ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്ത കുട്ടികളെ, ഒരുപാട് ഫ്രഞ്ച് സിനിമകൾ ഈ ചാനലിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമ എൻ്റെ ധാരണകളെ മുഴുവൻ മാറ്റി. ഹോളിവുഡ് റേഞ്ചിലുള്ള ഒരു പക്ക ആക്ഷൻ ത്രില്ലർ. അത് ഫ്രഞ്ചുകാരും ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഒരു ജെയ്സൺ സ്റ്റാത്തത്തിൻ്റെയൊക്കെ പടം കണ്ട ഫീല്. ഹീറോയെ കാണുമ്പോൾ ആദ്യം മണ്ണുണ്ണിയാന്ന് വിചാരിക്കും, പിന്നെ അങ്ങോട്ട് കഥ മുറുകുമ്പോഴുള്ള ത്രില്ലിംഗ് ഉണ്ടല്ലോ, ഒരു 2 മണിക്കൂർ കണ്ണ് മിഴിച്ചിരുന്ന് കാണാം. അത്രയും രസകരമായിരുന്നു സിനിമ. 2 വൃത്തികെട്ട സംസ്ഥാനത്തെ ഗുണ്ട പോലീസുകാര് നമ്മുടെ ഹീറോയെ കൊലപ്രതിയാക്കാൻ ശ്രമിക്കും. അവന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ ആ പോലീസുകാരന്റെ കാറും അതിനകത്തെ ബുള്ളറ്റും വേണം. ഇതിനുവേണ്ടി പോരാടണം നമ്മുടെ ഹീറോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2020 റിലീസ് ചെയ്ത ലോസ്റ്റ് ബുള്ളറ്റ് എന്ന ഒരു ഫ്രഞ്ച് ആക്ഷൻ ത്രില്ലറാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു മെക്കാനിക്ക് അയാളുടെ പഴയ കാറിൽ എന്തോ പണിതുകൊണ്ടിരിക്കുക. എന്താണെന്ന് വ്യക്തമല്ല. ഈ കാറിന്റെ മുൻവശത്ത് കുറെ സ്റ്റീൽ റാഡുകൾ പിടിപ്പിക്കുന്നുണ്ട്. ഇതേ കാറിനകത്ത് ലംബോർഗിനിയുടെ പവർഫുൾ എഞ്ചിനും അയാൾ പിടിപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പുള്ളി കാറെടുത്ത് ഏതോ തെരുവിലേക്ക് പോവുക. ആ തെരുവിൽ നിന്നും മറ്റൊരു പയ്യനും കൂടെ ഈ കാറിനകത്ത് കയറുന്നു. ഇവര് 2 പേരും കൂടെ ഒരു ജ്വല്ലറി ഷോപ്പിന് മുന്നിൽ ചെന്ന് ആ കാർ നിർത്തുകയാണ്. കാറിനകത്ത് കയറിയ ആ മറ്റേ ചെറിയ പയ്യൻ പറയും, ഇതാണ് സ്ഥലമെന്ന്. അതിന് കൂടെ തന്നെ അവൻ പറയുന്നുണ്ട്, ലിനോ നിനക്ക് കഴിയില്ല, അവിടെ മുഴുവൻ കോൺക്രീറ്റ് ചുവരുകളാണെന്ന്. അപ്പൊ ആ കാർ ഉണ്ടാക്കിയ മെക്കാനിക്ക് അതാണ് നമ്മുടെ ഹീറോ. ഹീറോ ഒന്നും മിണ്ടാതെ ഈ പയ്യൻ ഒരു ഹെൽമെറ്റ് എടുത്തു കൊടുക്കുന്നു. ആ ചെറുക്കനാണെങ്കിൽ പേടിച്ച്, വേണ്ട ലിനോ, ഞാനില്ല, നമുക്ക് മറ്റേതെങ്കിലും വഴിയിൽ പണം ഉണ്ടാക്കാം, അവർക്ക് തിരികെ കൊടുക്കാം, ഇത് ചെയ്യേണ്ടത് കുഴപ്പമാണ്. അത് കേട്ട് ഹീറോ പറയും, നീ ഒന്നിനെ പറ്റിയും ആലോചിക്കണ്ട, നമ്മളിപ്പോൾ ആ വിൻഡോ വഴി ഇടിച്ചകത്ത് കയറും, അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു, ഓടി രക്ഷപ്പെടുന്നു. ഇതാണ് പ്ലാൻ, നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കേട്ട ചെറുക്കൻ വീണ്ടും പറയും, ഇല്ല ലിനോ, ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാണ്, നമുക്ക് മറ്റേതെങ്കിലും വഴിയിൽ പണം ഉണ്ടാക്കാം. അതിന് ഹീറോ, ഈ ബാധ്യത ഉണ്ടാക്കിയത് നീയാ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്, അടങ്ങി വണ്ടിക്കകത്തിരിക്കെ, എനിക്ക് മുൻവശത്ത് ഭാരം ഉണ്ടാവണം, അതിനാണ് നിന്നെ ഇരിക്കാൻ പറയുന്നത്. ചെറുക്കം മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഹെൽമെറ്റും വെച്ച് വണ്ടിക്കകത്തിരിക്കുന്നു. ഹീറോ കാറിലെ പ്രത്യേക എഞ്ചിൻ ഓണാക്കും. എന്നിട്ട് അതിവേഗത്തിൽ വന്ന് ആ ജ്വല്ലറിയുടെ ചുവര് ഇടിച്ചു പൊളിച്ച് അകത്ത് കയറിയ വണ്ടി നിൽക്കുന്നില്ല. ഹീറോ ബ്രേക്ക് ചവിട്ടി നോക്കുന്നു, നിൽക്കുന്നില്ല. ബ്രേക്ക് ഫെയിലിയറായി. ഒരു ചുവരല്ല, ആ കെട്ടിടത്തിലെ എല്ലാ ചുവരുകളും ഈ വണ്ടി ഇടിച്ചു പൊളിച്ച് ആ കെട്ടിടത്തിന്റെ അപ്പുറത്തെ വശത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഇവരെ പ്ലാൻ എല്ലാം തകർന്നുപോയി. ഹീറോയ്ക്കാണെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല, ബെൽറ്റ് ലോക്കായി കിടക്കുക. ഹീറോ ഉടനെ ആ പയ്യനോട് ഓടി രക്ഷപ്പെട്ടോളാൻ പറയും. പോലീസ് പെട്ടെന്ന് വരും, ഓടി രക്ഷപ്പെട്ടോ, നീ എന്നെ നോക്കണ്ട. ആ ചെറുക്കം പോവില്ല എന്ന് പറയുമ്പോൾ ഹീറോ നിർബന്ധിച്ച് അവനെ അവിടുന്ന് ഓടിച്ചു വിടാണ്. ഈ പയ്യൻ രക്ഷപ്പെട്ട അടുത്ത നിമിഷം പോലീസുകാർ അവിടെ എത്തി. ഹീറോയ്ക്ക് വണ്ടിയിൽ നിന്ന് അനങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഹീറോ പിടിക്കപ്പെടുന്നു. ജ്വല്ലറി കൊള്ളയടിക്കാൻ ശ്രമിച്ച കേസിൽ ഹീറോ പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഒരു ലേഡി പോലീസും മറ്റൊരു വേടൻ പോലീസും ഹീറോയെ കാണാൻ വരുന്നുണ്ട്. ആ വേടൻ പോലീസ് മുതിർന്ന ലേഡി പോലീസിന് ഇതാണ് ആളെന്നും പറഞ്ഞ് ഹീറോയെ കാണിച്ചു കൊടുക്കും. 4 കോൺക്രീറ്റ് ചുവരുകളാണ് ഇവനുണ്ടാക്കിയ കാർ ഇടിച്ചു തകർത്തത്. അവന്റെ എഞ്ചിനീയറിംഗ് മാജിക് ആണത്. ഇങ്ങനെയുള്ള ആളാണ് നമുക്ക് വേണ്ടതെന്ന് പോലീസുകാരൻ പറയും. ആ ലേഡി പോലീസിന് അത്ര സമ്മതമല്ല, എന്നാലും ജഡ്ജ് ഇതിന് സമ്മതിച്ചിട്ടുണ്ട്. സാധാരണ ഒരു മെക്കാനിക്കിനെ കൊണ്ട് നടക്കില്ല, അതുകൊണ്ടാണ് ഇവനെ തന്നെ തെരഞ്ഞെടുത്തതെന്ന് നമ്മുടെ വേടൻ പോലീസുകാരൻ പറയും. അവസാനം ലേഡി പോലീസ് സമ്മതിക്കുകയാണ്. ഈ സമയത്ത് ഹീറോയെ ആ ജയിലിലെ 2 ഗുണ്ടകൾ മിരട്ടി അവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയും. ആ ഗുണ്ടകൾ എക്സസൈസ് ചെയ്യുന്ന സ്ഥലമാണത്. ഹീറോ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് മാറിപ്പോകുന്നുണ്ട്. എന്നാൽ കയ്യിലൊരു ബോൾട്ട് ഇരിക്കുന്നു കാണാം. സംഭവം ആ ഗുണ്ട എക്സസൈസ് ചെയ്യുന്ന ബെഞ്ചിലെ ബോൾട്ടായിരുന്നു ഹീറോ ഊരിയെടുത്ത്. ബെഞ്ചിൽ നിന്ന് സ്ലിപ്പായി ഗുണ്ട വെയിറ്റ് മണ്ടേ വീണ് കിടപ്പുണ്ടാവും. ഇത് കണ്ട് ഹീറോ ചിരിക്കുക. നമ്മുടെ ലേഡി പോലീസ് ഓക്കെ പറഞ്ഞു പോയി കഴിയുമ്പം വേടൻ പോലീസുകാരൻ ഹീറോയെ അടുത്ത് വിളിച്ച്, ഞാനൊരു പോലീസുകാരനാണ്, മയക്കുമരുന്ന് കേസുകളാണ് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. ഈ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുപോകുന്നവർക്ക് അതിവേഗ കാറുകളുണ്ട് കയ്യിൽ, അവരെ ചേസ് ചെയ്ത് പിടിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ കാറുകൾക്ക് വേണ്ടത്ര ബലം പോരാ, പവറും പോരാ, എല്ലാ കാറുകളും എവിടെയെങ്കിലും ഇടിച്ച് നശിക്കുകയാണ്. സോ പോലീസുകാർക്ക് നല്ലൊരു മെക്കാനിക്കിനെ വേണം. അതുകൊണ്ട് നിന്നെ ഞങ്ങളുടെ കാർ മെക്കാനിക്കായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. നിനക്ക് ഇവിടുന്ന് പരോള് കിട്ടും, ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇടയ്ക്ക് വന്ന് സെല്ലി കിടന്നാൽ മതി, ബാക്കിയുള്ള സമയം ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഡീലിന് തയ്യാറാണെങ്കിൽ നാളെ കാലത്ത് ഞാൻ വന്ന് വിളിക്കാമെന്നും പറഞ്ഞ് പോലീസുകാരൻ ഡോക്യുമെന്റ്സ് എല്ലാം ഹീറോയ്ക്ക് കൊടുത്തിട്ട് പോകും. ഹീറോ ആ ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിക്കുന്നു. അതിൽ ഈ ഡ്രഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അതിൽ തന്നെ ഒരു ലേഡി പോലീസും ഉണ്ട്. ആ പോലീസുകാരനെ കണ്ടപ്പോൾ ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് വേണ്ടി ഈ ടീമിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കും ഹീറോ, ഒരു മെക്കാനിക്കായിട്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഒരു BMW കാറിനെ മറ്റൊരു പോലീസ് കാർ ചേസ് ചെയ്ത് പോകുന്നതാണ് കാണിക്കുന്നത്. ആ BMW കാറിൽ കൊള്ളക്കാർ മയക്കുമരുന്ന് കടത്തുന്നുണ്ട്. അവന്മാർ അതിവേഗത്തിലാണ് കാർ ഓടിച്ചുകൊണ്ട് പോകുന്നത്. കാറാണെങ്കിൽ BMW ആണല്ലോ.
അതുകൊണ്ട് പോലീസുകാർക്ക് അവരെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴായിരിക്കും ഒരു കസ്റ്റം മെയ്ഡ് കാറ് ഈ BMW ചേസ് ചെയ്തു പോവുക. അത് മറ്റൊരു പോലീസ് കാറാണ്. ഇവരെ പിടിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നിർമ്മിച്ച ഷീൽഡൊക്കെയുള്ള ഒരു പോലീസ് കാർ. അത് ഓടിക്കുന്ന പോലീസുകാരിയാണ് നമ്മൾ നേരത്തെ ഡോക്യുമെന്റിൽ കണ്ട സുന്ദരി ഇങ്ങനെ വേഗത്തിൽ അവരെ പിടിക്കാൻ വേണ്ടി പോവുക. ഏകദേശം പിടിക്കപ്പെടുമെന്ന് അറിയുമ്പോൾ ഈ കൊള്ളക്കാര് പോലീസ് വാഹനത്തിന് നേരെ വെടിവെക്കാൻ തുടങ്ങും. ഷീൽഡ് ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിന് പോലീസുകാർക്ക് വെടിയേൽക്കുന്നില്ല. ഈ സമയത്താണ് കൊള്ളക്കാരുടെ കാറിനകത്തെ സ്പെഷ്യൽ എഞ്ചിൻ അതിന്റെ ഡ്രൈവർ ഓണാക്കുന്നത്. ഉടനെ കാറ് വീണ്ടും അമിത വേഗത്തിൽ പായാൻ തുടങ്ങും. ഇവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ അമിത വേഗം എടുത്ത കാറിന് പെട്ടെന്ന് എന്തോ തകരാറ് പറ്റുന്നു. അതിന്റെ എഞ്ചിൻ ബ്ലാസ്റ്റ് ആവുകയാണ്. പുകയൊക്കെ വന്ന് വണ്ടി സ്ലോ ആവും. ഈ സമയത്ത് എതിരെ വന്ന മറ്റൊരു കസ്റ്റം കാർ, അതും പോലീസുകാരുടെയാ. ആ പോലീസുകാര് ഈ കൊള്ളക്കാരുടെ കാറിനെ ഇടിച്ച് പൊളിക്കുന്നുണ്ട്. ഇടിച്ച് തകർത്ത് കഴിഞ്ഞ് ഇവര് തോക്കും ചൂണ്ടി കൊള്ളക്കാർക്ക് എന്താ പറ്റിയെന്ന് നോക്കുമ്പോൾ ആ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു. നിങ്ങൾ എന്തിനാടോ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ മൂത്ത പോലീസുകാരൻ ഈ ഇടിച്ചിട്ട പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്. അതിന് ആ പോലീസുകാർ പറയും, ഇവന്മാര് ചത്താലെന്താ, നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടിയില്ലേ എന്ന്. ആ കാറിനകത്ത് വലിയൊരു ബാഗ് നിറച്ചും മയക്കുമരുന്നുണ്ടായിരുന്നു. സോ പോലീസുകാർ അവരെ കൊന്നതുകൊണ്ട് അവർക്കെതിരെ കേസൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ സമയത്താണ് നമ്മുടെ വേടൻ പോലീസുകാരൻ, അയാളായിരുന്നു ആദ്യ കാറിലുണ്ടായിരുന്നത് നമ്മുടെ സുന്ദരി പോലീസിന്റെ കൂടെ. അയാൾ ഈ കൊള്ളക്കാരുടെ കാറിൽ പ്രത്യേകം ഘടിപ്പിച്ച ആ എഞ്ചിൻ ബൂസ്റ്റർ കാണും. അത് അയാൾ ആരും അറിയാതെ എടുത്തു വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഈ പോലീസുകാരെല്ലാം അവരെ മെക്കാനിക് വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. അതന്നെയാണ് ആ പോലീസുകാരുടെ ഓഫീസും. ഈ ഡ്രഗിനെ പിടിക്കുന്ന സ്പെഷ്യൽ ടീം ഈ ഓഫീസിൽ ഇരുന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ട കാർ വർക്കുകളും റിപ്പയറുകളും ചെയ്തു കൊടുക്കുന്നതാവട്ടെ ഹീറോയും മറ്റൊരു മെക്കാനിക്കും. അങ്ങനെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു വന്ന പോലീസുകാരുടെ അടുത്തേക്ക് ഹീറോ ചെല്ലുന്നുണ്ട്. അതിലെ പോലീസുകാരോട് മിണ്ടാനാണ് ഹീറോ ചെല്ലുന്നത്. ആ നേരത്ത് ഒരു ഈഗോ പിടിച്ച കഴുത പോലീസുണ്ട്. അയാൾ ഹീറോ വരാൻ നേരം ഡോറ് കൊണ്ട് ഹീറോയുടെ വയറ്റത്തേക്ക് ഒരിടി. നോക്കി വരണ്ടടാന്നും പറഞ്ഞ് ഹീറോയെ വീണ്ടും ചീത്ത പറയുക. സംസ്ഥാന പോലീസിന്റേതുപോലത്തെ ഒരു പെരുമാറ്റം. അത് കഴിഞ്ഞ് ടീമിൽ മറ്റൊരു പോലീസുകാരനുണ്ട്. അയാൾ ഹീറോയോട് നല്ല സൗഹൃദത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ചൊറിഞ്ഞുകൊണ്ട് വരുമ്പോൾ പുള്ളിക്കാരനാണ് തടയാൻ. നമ്മുടെ വേടൻ പോലീസാണ് ഈ ടീമിന്റെയൊക്കെ ക്യാപ്റ്റൻ. പുള്ളിക്കാരനാണല്ലോ ഹീറോയെ കൊണ്ടുവന്നത്. ഇപ്പൊ ഈ വേടൻ പോലീസുകാരനോട് ആ സ്റ്റൈലായിട്ടുള്ള താഴ്ന്ന ഉദ്യോഗസ്ഥൻ, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഡ്രഗ്ഗന്മാരെയൊക്കെ പിടിച്ചത്, ജീവൻ പണയം വെച്ച് പിടിച്ചതാ, എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ പ്രശംസിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അത് കേട്ട വേടൻ പോലീസ് പറയാണ്, നിങ്ങളെ വിഷയം എന്നൊക്കെ ഇരിക്കട്ടെ, നമ്മൾ ഓരോ തവണ അവരെ പിടിക്കാൻ പോകുന്നതും അവരറിയുന്നുണ്ട്. നമുക്ക് കിട്ടുന്നാവട്ടെ വളരെ കുറഞ്ഞ അളവിലുള്ള ഡ്രഗ്സും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ കൊള്ളക്കാരെ നമുക്ക് ഇരയിട്ട് തന്നിട്ട് വേറെ വഴിയെ കാര്യമായ കടത്തൽ നടത്തുന്നുണ്ടെന്നാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഏതോ ഒരു ചാരനുണ്ട്. അതാരാണെന്ന് അധികം വൈകാതെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് വേടൻ പോലീസ് പറയാം. അതിന് ആ പോലീസുകാരൻ, നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിക്കുകയാണ്, അവന്മാർ അത്ര വലിയ ആൾക്കാരൊന്നുമല്ല, അതിനും മാത്രം അവന്മാർക്ക് പിടിപാടൊന്നുമില്ല, ഇപ്പോഴും ജയിച്ചത് നമ്മൾ തന്നെയാണ്, കൂടുതൽ ആലോചിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പോകും. ഈ സമയത്ത് ഹീറോ മെല്ലെ പെൺ പോലീസുകാരിയോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. അവൾ ജോലി തിരക്കിലായതുകൊണ്ട് തന്നെ ഹീറോയോട് മിണ്ടില്ല. സോ ഹീറോ ആഗ്രഹിച്ച് ഇങ്ങോട്ട് വന്ന കാര്യം ഇപ്പൊ സഫലാക്കിയിട്ടുണ്ട്. ആ പെണ്ണിനെ വശീകരിച്ച് തന്റെ കാമുകിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെയായാലും നിലവിൽ ഹീറോ കുറ്റവാളി ആയതുകൊണ്ട് തന്നെ എങ്ങോട്ടും രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പോലീസിന്റെ വക GPS ട്രാക്കർ ഹീറോയുടെ കാലിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ടാവും. ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ജയിലിലേക്ക് പോകുന്ന വഴി നമ്മുടെ വേടൻ പോലീസുകാരൻ ഹീറോ ഒരു പ്രാങ്ക് ഒക്കെ ചെയ്ത് പേടിപ്പിച്ച് അയാളുടെ വണ്ടിക്കകത്ത് കയറ്റുന്നുണ്ട്. അതൊരു പഴയ റെനോൾട്ട് കാറാണ്. ജയിലിലേക്കല്ല ഞാൻ കൊണ്ടുപോയി വിടാമെന്നും പറഞ്ഞ് വേടൻ പോലീസുകാരൻ ഹീറോയെ വിളിച്ചുകൊണ്ട് പോകുന്നു. നേരെ കൊണ്ടുപോകുന്നത് ഒരു വമ്പൻ ഗ്യാരേജിലേക്കാണ്. അവിടെ പുതുപുത്തൻ അടിപൊളി കാറുകൾ നിൽപ്പുണ്ടാവും. ഇത് ഹീറോയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് വേടൻ പോലീസുകാരൻ പറയും, ഇതാണ് നമ്മുടെ പുതിയ ഗ്യാരേജ്, ഇനി മുതൽ നീ ഇവിടെയാണ് ജോലി ചെയ്യാൻ പോകുന്നത്, ഇഷ്ടപ്പെട്ടോ? ഈ കാറുകളിലാണ് നീ ഇനി പണിയാൻ പോകുന്നത്, ഇനി മുതൽ ഇവിടുത്തെ സ്ഥിരം മെക്കാനിക് ആയിരിക്കും നീ. അത് മാത്രമല്ല, ഇതും കൂടെ ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുന്നു എന്ന് പറഞ്ഞ് പോലീസുകാരൻ ഒരു ഓർഡർ ഹീറോയുടെ കയ്യിൽ കൊടുക്കും. അത് ഹീറോയുടെ ജയിൽ ശിക്ഷ പൂർണ്ണമായി അവസാനിച്ച് അവൻ റിലീസായതിന്റെ ഓർഡറാണ്. ഇത് കൈ കിട്ടിയ സന്തോഷത്തിൽ ഹീറോ, എന്നിങ്ങനെ കളിപ്പിക്കല്ലേ, സത്യം പറയും, ഇതുള്ളതാണെന്ന് ചോദിക്കുകയാണ്. അതിനാ പോലീസുകാരൻ, നീ ഞങ്ങൾക്ക് വേണ്ടി 9 മാസമായിട്ട് ജോലി ചെയ്യുന്നു, ഒരു വാക്കുപോലും എതിർത്ത് പറഞ്ഞിട്ടില്ല, ഇതിനു വേണ്ട കൂലി പോലും ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നിനക്കൊരു ചാൻസ് കൂടെ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കേട്ട ഹീറോ പറയും, ഞാനൊരു കുറ്റവാളിയാണ്, നിങ്ങൾ അത്ര പെട്ടെന്ന് എന്നെ വിശ്വസിക്കേണ്ടായിരുന്നു എന്ന്. ഹീറോ റിലീസായെങ്കിലും ചില കണ്ടീഷൻസ് ഉണ്ട്. ആ GPS ഒന്നും അഴിച്ചു മാറ്റാൻ പാടില്ല, ഇടയ്ക്കിടെ സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യണം. എന്തായാലും റിലീസായതുകൊണ്ട് ഹീറോയ്ക്ക് സന്തോഷമായി. ഇപ്പൊ പോലീസുകാരൻ ആ കൊള്ളക്കാര വണ്ടിയിൽ നിന്ന് കിട്ടിയ എഞ്ചിൻ ബൂസ്റ്റർ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. ഇത് ഇന്നലെ എനിക്ക് കിട്ടിയതാണ്, ഇതിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഹീറോ പറയും, ഇതൊരു ഇഞ്ചക്ഷൻ ഡൈവേറ്ററാ, നമ്മുടെ കാറിന് 300% എക്സ്ട്രാ പവർ ഇതുകൊണ്ട് കൊടുക്കാൻ കഴിയും. എന്നാൽ 1 കിലോമീറ്റർ മാത്രമേ ആ എക്സ്ട്രാ പവർ കൊണ്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ.
വീണ്ടും പുഷ് ചെയ്താൽ എഞ്ചിൻ പൊട്ടിത്തെറിക്കും. അതാണ് കൊള്ളക്കാർക്ക് സംഭവിച്ചത്. ഇത് കേട്ട പോലീസുകാരൻ, ഇതേ ഇഞ്ചക്ടർ ഞാൻ നിന്റെ വണ്ടിയിലും കണ്ടിരുന്നു, ആ ജ്വല്ലറി കുത്തിപ്പൊളിച്ചപ്പോൾ നിന്റെ വണ്ടിയിലും കണ്ടിരുന്നു. ഇപ്പൊ നീ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് നീ അത് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാൽ അന്ന് നീ ആ ജ്വല്ലറി ഇടിച്ച സമയത്ത് നിന്റെ കൂടെ മറ്റൊരു പയ്യനുണ്ടായിരുന്നു. അവനൊരു പക്ഷേ ഇതവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലോ? ഇത് കേട്ട ഹീറോ പറയും, അവൻ എൻ്റെ അനുജനാണ്, അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഇനിയിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ കൊണ്ട് ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചായിരിക്കും. പോലീസ് അവനെ പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് ഹീറോ തറപ്പിച്ച് പറയും. ഇത് കേട്ട പോലീസുകാരൻ, നിന്റെ അനിയനെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അവൻ ആർക്ക് വേണ്ടിയാണോ ജോലി ചെയ്യുന്നത് ആ ക്രിമിനൽസിനെയാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു മാപ്പ് സാക്ഷിയായിട്ട് മാത്രമേ അവനെ ഞാൻ ഉപയോഗിക്കൂ. ഒരിക്കലും ജയിലിലേക്ക് പറഞ്ഞുവിടില്ല. ഈവൻ ബാക്കിയുള്ള പോലീസുകാരോട് പോലും പറയില്ല. നിനക്കെന്നെ വിശ്വസിക്കാം, ദയവേത് ഞാൻ പറയുന്നത് കേൾക്ക്. സത്യമായിട്ടും ഞാൻ അവനൊന്നും ചെയ്യില്ല. അവൻ ആ കൊള്ളക്കാരുടെ വിവരങ്ങൾ മാത്രം പറഞ്ഞെന്നാൽ മതി. നീ എന്നെ സഹായിക്കുമെന്നും പറഞ്ഞ് പോലീസുകാരൻ ചോദിക്കുക. അപ്പൊ ഹീറോ, നിങ്ങൾ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. എന്റെ അനുജന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഞാൻ അവനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇവർ പോവാണ് ഒരു ജങ്ക് യാർഡിലേക്ക്. അവിടെയാണ് ഹീറോയുടെ അനുജനുള്ള എന്നുള്ള രഹസ്യ വിവരം പോലീസുകാരന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് പ്രൈവറ്റ് സ്പേസ് ആയതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് എൻ്റർ ആവാൻ പറ്റില്ല. ഹീറോ അകത്തേക്ക് പോകാൻ തീരുമാനിക്കും. അനുജനാണെങ്കിൽ നേരിട്ട് പോയി സംസാരിക്കാമല്ലോ. അങ്ങനെ ഹീറോ ആരും കാണാതെ ഈ ജങ്ക് യാർഡിനകത്തേക്ക് പോവാണ്. അപ്പൊ അവിടെ അനുജൻ കാര്യമായി കമ്പ്യൂട്ടറിൽ എന്തോ പണിതുകൊണ്ടിരിക്കുക. ഹീറോ പുറകെ ചെന്ന്, സർപ്രൈസ്, നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാടാ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് എന്ന് ചോദിക്കും. ചേട്ടനെ കണ്ട ഉടനെ അനുജൻ ഷോക്കായിട്ട്, നീ എങ്ങനെ ഇവിടെ എത്തി, ഇത്ര പെട്ടെന്ന് റിലീസായോ, ഇവിടെയൊന്നും വരാൻ പാടില്ലായിരുന്നു, എനിക്കിത് പേടിയാന്ന് പറയും. അതിന് ഹീറോ, പേടിയൊക്കെ പോട്ടെ, ചേട്ടനെ കണ്ട സന്തോഷത്തിൽ എന്നെ വന്നൊന്ന് കെട്ടിപ്പിടിക്കുമെന്ന് പറയാണ്. അനുജൻ ചെന്ന് ചേട്ടനെ കെട്ടിപ്പിടിക്കും. ഈ നേരത്ത് ഏതോ ഒരു മൊട്ട അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ആരോടോ താൻ, എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചിട്ട് ഹീറോ പറയും, ഞാൻ എൻ്റെ അനുജനെ കാണാൻ വന്നാണെന്ന്. ഈ മൊട്ടയ്ക്ക് പിന്നാലെ ചോന്നുടുപ്പിട്ട വേറെയും ഒരു റഷ്യൻ ഗുണ്ടനെ പോലൊരുത്തം വരുന്നുണ്ട്. അയാളുടെ അടിക്കാരനാന്ന് തോന്നുന്നു. ഇപ്പൊ മൊട്ട പറയാണ്, നിന്റെ അനുജന് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് ചേട്ടൻ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ, അവന് പിന്നീട് ഒരിക്കൽ കാണാമെന്ന്. ഇത് കേട്ട ഹീറോ, ഞാൻ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ അനുജനെ കാണുന്നത്, കുറച്ച് സമയം ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ പുറത്തു പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറയും. എന്നാൽ മൊട്ട സമ്മതിക്കില്ല. നിന്നോടല്ലേ പറഞ്ഞത് അനുജൻ തിരക്കിലാണെന്ന്, ഇറങ്ങി പോകാൻ നോക്ക്, ഇത് സ്ഥലം കുറച്ച് മോശമാണെന്ന് പറയാം. പക്ഷെ ഹീറോ സമ്മതിക്കുന്നില്ല. ഞാൻ എൻ്റെ അനുജനെയും കൊണ്ടേ പോവുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. അപ്പൊ റഷ്യൻ ഗുണ്ട, നീ തല്ല് വാങ്ങിച്ചിട്ടേ പോവുള്ളൂടാന്ന് ചോദിച്ച് ഹീറോനെ അടിക്കാൻ വരുന്നുണ്ട്. പക്ഷെ ഹീറോ അടിയൊന്നും കൊള്ളില്ല. ഓൾറെഡി ഒരുപാട് തരികിട പണികളൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം ആക്ഷനൊക്കെ ഹീറോയ്ക്ക് അറിയാം. അവനെ പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ മൊട്ട കയ്യിലെ ഷോട്ട് ഗൺ എടുക്കുകയാണ്. പക്ഷെ മൊട്ടയ്ക്ക് പുറകിലായി നമ്മുടെ പോലീസുകാരൻ വരുന്നുണ്ടായിരുന്നു. പോലീസുകാരൻ മൊട്ടയുടെ മണ്ടയ്ക്കൊരു കൊട്ടും കൊടുത്തിട്ട് അയാളെ കയ്യിലെ ഷോട്ട് ഗൺ തട്ടിയെടുക്കും. എന്നിട്ട് റഷ്യൻ ഗുണ്ടനോട് അടങ്ങി മുട്ടുകുത്തിയിരിക്കാൻ പറയാണ്. ഈ സമയത്തായിരിക്കും മറ്റ് രണ്ട് പോലീസുകാർ, വേടൻ പോലീസിന്റെ കീഴ്പ്പണിക്കാരായ മറ്റ് രണ്ട് പോലീസുകാർ അങ്ങോട്ട് വരുന്നു. എന്തേലും കുഴപ്പമുണ്ടായാൽ നിങ്ങൾ ബാക്കപ്പിന് വേണമെന്ന് വേടൻ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്മാർ വന്നത്. ഇപ്പൊ വേടൻ പോലീസുകാരൻ ഹീറോയോട് ചെറുക്കനെയും വിളിച്ച് എന്റെ കാറിനകത്ത് കയറുമെന്ന് പറയും. ബാക്കിയുള്ള രണ്ട് ഗുണ്ടകളെ ഈ അസിസ്റ്റന്റ് പോലീസുകാരോട് പിടിച്ചോണ്ട് വരാൻ പറയുകയാണ്. ആ സമയത്ത് ആ സ്റ്റെയിലം പോലീസ് അനുജനെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ക്യാപ്റ്റൻ വേടൻ, ഇല്ല അവനെ നീ കൊണ്ടുപോകണ്ട, ഞാൻ തന്നെ നേരിട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അവനെയും വിളിച്ച് കാറിനകത്ത് കയറുക. പോലീസും ഹീറോയും അനുജനും ഉണ്ട് ഇപ്പൊ കാറിനകത്ത്. ആ നേരം അനുജൻ പറയും, എത്രയും പെട്ടെന്ന് വണ്ടി എടുക്ക്, ആകെ കുഴപ്പമാണ്, ഇവിടെ നിൽക്കാൻ പാടില്ല, വലിയ പ്രശ്നത്തിലാണ് നിങ്ങൾ പെട്ടിരിക്കണേന്ന് അനുജൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വേടൻ ക്യാപ്റ്റൻ പോലീസിന്റെ നെഞ്ചത്തേക്ക് പുറകെ നിന്ന് ആ സ്റ്റൈലം പോലീസുകാരൻ ഷൂട്ട് ചെയ്ത് സ്പോട്ടിൽ തന്നെ കൊലപ്പെടുത്തി. ഉടനെ അനുജൻ ചേട്ടനോട് പറയും, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ അവര് നിന്നെയും കൊല്ലും. ഹീറോ കാറിനകത്ത് തോക്കെടുത്ത് ഈ സ്റ്റൈലം പോലീസിന് നേരെ ചൂണ്ടിയിട്ട് അവരെ പിടിപ്പെടാതെ ദൂരേക്ക് ഓടി രക്ഷപ്പെടാണ്. മറ്റേ ഈഗോ പോലീസ് ഇല്ലേ, അയാള് പുറകെ ചെന്ന് നോക്കുമ്പോൾ ഹീറോയുടെ കാലിൽ കിട്ടിയിരുന്ന GPS ട്രാക്കർ അവൻ അഴിച്ചിട്ടിട്ടാണ് ഓടിയിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങോട്ടാ പോയെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അയാൾ തിരിച്ചു വന്ന് ആ ട്രാക്കർ നമ്മുടെ സ്റ്റൈലൻ പോലീസിന് കാണിച്ചു കൊടുക്കും. അത് കഴിയുമ്പോൾ സ്റ്റൈലൻ പോലീസ് ആ ഗുണ്ടകളോട്, ഈ കാറും ബോഡിയും ഉടനെ നിങ്ങൾ കത്തിച്ചു കളെ, എന്ത് ചെയ്തു വേണമെങ്കിലും എവിഡൻസ് ഇല്ലാതാക്കിക്കോ, ഒരിക്കലും ഇതിൽ ഞങ്ങൾ പെടാൻ പാടില്ല. ഇതും പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ആ നേരം ഹീറോ കയ്യിൽ തോക്കുമായി അടുത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അവിടുത്തെ ജോലിക്കാരനോട് എനിക്കൊരു ഫോൺ വേണം, ഉടനെ വേണം, ഫോൺ ചെയ്യാനാണെന്നും പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് ആ ലേഡി പോലീസിനെ വിളിക്കും. എന്നാൽ ഈ കടക്കാരനാവട്ടെ ഹീറോയുടെ കയ്യിൽ ഗണ്ണുള്ളത് കണ്ടിട്ട് ആ കടയിലേക്ക് ചായ കുടിക്കാൻ വന്ന മഫ്തി പോലീസുണ്ട്, അവരോട് വിളിച്ച് പറയാണ് ഇവൻ കൊള്ളയടിക്കാൻ വന്നാണെന്ന്. ഉടനെ പോലീസുകാർ തെറ്റിദ്ധരിച്ച് ഹീറോയെ തോക്ക് ചൂണ്ടി പിടിക്കുന്നു. അവൻ ആ ലേഡി പോലീസിനോട് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ സമയത്ത് നമ്മുടെ ഗുണ്ടകൾ പോലീസുകാരന്റെ കാറ് കൊണ്ടുവന്ന് ഒരു ഒഴിഞ്ഞ പ്രദേശത്തിട്ട് കത്തിക്കുകയാണ്. അതിനരികത്തായി തന്നെ ഈ പോലീസുകാരന്റെ ബോഡിയും ഇട്ടിട്ടുണ്ട്. സംഭവം പൂർണ്ണമായിട്ടും മറവ് ചെയ്താൽ ഇവരെ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്.
ഇങ്ങനെ വിസിബിളി കാണിച്ചാൽ മാത്രമേ ആ കേസ് ഹീറോയുടെ തലയിൽ വെച്ച് കെട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓപ്പൺ പ്ലേസിലിട്ട് കത്തിക്കുന്നത്. ഈ നേരത്ത് ഹീറോയെ പിടിച്ച പോലീസുകാർ അവര് മറ്റൊരു സ്റ്റേഷനിലെ പോലീസുകാരാണ്. അവരെ സ്റ്റേഷനിലേക്ക് അവർ ഹീറോയെ കൊണ്ടുപോവാണ്. അപ്പൊ അവിടുത്തെ ഒരു മുടിയൻ പോലീസുകാർ അയാൾക്ക് ഹീറോയെ മനസ്സിലാക്കും. വേടൻ പോലീസിന്റെ ടീമിൽപ്പെട്ട ആളാണെന്ന് ഹീറോയെ കാണുമ്പോൾ മനസ്സിലാകും. നീ എങ്ങനെയാടാ ഇവിടെ എത്തിപ്പെട്ടെന്ന് അയാൾ ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ, ഞാൻ എല്ലാം പറയാം, ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ലേഡി പോലീസ് ജൂലിയെ വിളിക്കൂ, ഞാൻ അവളോട് മാത്രമേ സംസാരിക്കൂ എന്ന് ഹീറോ ആ പോലീസുകാരനോട് പറയാണ്. ആ പോലീസുകാരൻ ശരി, ഞാൻ അവരോട് പറയാമെന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ വരുന്നതാകട്ടെ, ഹീറോയെ ചോദ്യം ചെയ്യാൻ വരുന്നതാവട്ടെ നമ്മുടെ സ്റ്റൈലൻ പോലീസാണ്. അയാളെ കണ്ടുടനെ ഹീറോ പേടിക്കുന്നുണ്ട്. ആ സ്റ്റൈലൻ പോലീസ് വന്നിട്ട് പറയാണ്, അവര് ജൂലിയെ വിളിക്കും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ ഉള്ളതെല്ലാം എന്റെ കൂട്ടുകാരാ, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ഇയാൾ CCTV ഓഫാക്കാണ്. എന്നിട്ട് ഹീറോയുടെ അടുത്ത് വന്ന്, ഞാൻ പറയുന്നത് പോലെ വേണം നീ മൊഴി കൊടുക്കാൻ, അതാണ് നിനക്കും എനിക്കും നല്ലത്. നീ കാറിനകത്തുണ്ടായിരുന്നു, തോക്കുമായി 2 കൊള്ളക്കാർ വന്നു, വേടനെ ഷൂട്ട് ചെയ്തു. ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നീ വേടന്റെ തോക്കുമായി അവിടുന്ന് രക്ഷപ്പെട്ടു. ഇതാണ് കൊടുക്കേണ്ട മൊഴി. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം, അങ്ങനെ അല്ലെങ്കിൽ തെളിവെല്ലാം നിനക്കെതിരെയാണ്. ഇനിയും അരമണിക്കൂറിൽ പോലീസുകാർ വേടന്റെ കാറും ബോഡിയും കണ്ടെത്തും. ആ സമയത്ത് നീ വേടന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ കയ്യിൽ അങ്ങേരുടെ ഗണ്ണുണ്ട്, നിന്റെ ശരീരത്ത് അങ്ങേരുടെ രക്തവുമുണ്ട്. ഇത് മതി കേസ് നിനക്കെതിരെ തിരിയാൻ. എല്ലാ തെളിവുകളും ഹീറോക്കെതിരാണ്. എന്തെങ്കിലും കഥ മാറ്റി പറഞ്ഞാൽ പിന്നെ നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാവില്ല എന്നും പറഞ്ഞ് സ്റ്റൈലൻ പോലീസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് ആ മുടിയനില്ലേ, ആ സ്റ്റേഷനിലെ മുടിയൻ പോലീസിനോട്, ഇവൻ എന്റെ ആളാ, ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് ഇവനെ കൊണ്ടുപോകാൻ നീ അനുവാദം തരണം. ഞങ്ങളുടെ ഓപ്പറേഷൻ എല്ലാം കോൺഫിഡൻഷ്യൽ ആണെന്ന് എനിക്കറിയാലോ, അത് പുറത്തു പോകരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഫീഷ്യലായി തന്നെ അവനെ വിട്ടുതരണമെന്ന് സ്റ്റൈലൻ പോലീസ് പറയും. അതിന് ആ മുടിയൻ പോലീസ് 1 മണിക്കൂർ സമയം താ, എനിക്ക് ചില പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്യാനുണ്ടെന്ന് പറയും. ഈ നേരത്ത് ഹീറോ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഹാൻഡ് കഫ് പൊട്ടിച്ചു മാറ്റാൻ നോക്കുക. മുടിയൻ പോലീസ് അത് കണ്ട് ചിരിക്കുന്നുണ്ട്. ഒരുപാട് കുറ്റവാളികൾ ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ്, പക്ഷെ സ്റ്റീൽ റോഡ് എങ്ങനെ പൊട്ടിക്കാൻ പറ്റും? ഇവന്മാർക്ക് ഭ്രാന്താണോ എന്നും പറഞ്ഞ് മുടിയൻ പോലീസ് ചിരിക്കുക. എന്നാൽ ഹീറോ ഒരു പ്രത്യേക എഞ്ചിനീയർ ആണെന്ന് ഇവർക്കറിയില്ലല്ലോ. ഹീറോ ആ മുറിക്കകത്തുണ്ടായിരുന്ന കസേരയിലെ 2 കമ്പി ഒടിച്ച് ഈ ഹാൻഡ് കഫ് കെട്ടിവെച്ചിരിക്കുന്ന റോഡ് വളച്ച് പൊട്ടിക്കും. അത് കാണുമ്പോൾ മുടിയന് മനസ്സിലായി കാര്യം കൈവിട്ടു പോയെന്ന്. അയാൾ ഹീറോ ഇരിക്കുന്ന മുടിയിലേക്ക് ഓടി വരിക. അപ്പം മറഞ്ഞിരുന്ന ഹീറോ അയാളെ പുറത്തേക്ക് ആഞ്ഞു ചവിട്ടി അയാളെ കയ്യിൽ നിന്നും ഈ ഹാൻഡ് കഫിന്റെ കീ എടുത്ത് തന്റെ ലോക്ക് തുറന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു വരികയായിരിക്കും. എന്നാൽ അവിടെയുള്ള പോലീസുകാർ വിടില്ല. എല്ലാവരും ചുറ്റും കൂടി ഹീറോയെ വലിച്ചു പിടിച്ച് എങ്ങനെയെങ്കിലും ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഓൾറെഡി തെരുവിൽ കുറെ അടിയിടിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഒരു 3-4 പോലീസുകാരൊക്കെ ഫേസ് ചെയ്യാൻ അവനെ കൊണ്ട് കഴിയും. ഓരോരുത്തരെയായി വളഞ്ഞും തിരിഞ്ഞും മറഞ്ഞിരുന്നും ആക്രമിച്ച് വീഴ്ത്തിയിട്ട് വാതിലിനടുത്ത് വരെത്തി. പക്ഷെ ഇനിയും പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും പോലീസുകാരായിട്ട് മൽപ്പെടുത്തും. അപ്പോഴായിരിക്കും പോലീസുകാർ മറ്റൊരു കള്ളനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടാവുക. അയാൾ കാണുമ്പം ഏതോ ഒരുവൻ പോലീസിനെ പിടിച്ച് നല്ല പൊത്തീര് കൊടുക്കുന്നുണ്ട്. ഇടിക്കടാവന്മാരെ, ഒരു പോലീസിനെയും വെറുതെ വിടരുത്, ഇടിക്കടാ, എല്ലാം ഉരുട്ടിക്കൊല പ്രതികളാണ്, നാറികൾ, തല്ലിക്കൊല്ലടാന്നും പറഞ്ഞ് ഇവന്റെ പ്രചോദനം വേറെ. ഹീറോ ഒരുപാട് ശ്രമിച്ചിട്ടും ഈ പോലീസുകാരുടെ പിടിയിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഇപ്പൊ 4 പേരാണ് ഹീറോയെ പിടിച്ച് ലോക്ക് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഭാഗ്യത്തിന് ഒരു പോലീസുകാരന്റെ അരയിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ ഹീറോയുടെ കൈ കിട്ടും. ഹീറോ അതെടുത്ത് ഈ 4-5 പേരുടെ മുഖത്തും അടിച്ചിട്ട് പിൻവാതിൽ വഴി ഓടി രക്ഷപ്പെടാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മുടെ പോലീസുകാർക്ക് വേടൻ പോലീസിന്റെ കാറും ബോഡിയും കണ്ടുകിട്ടി. അതിൽ ആ ചീഫ് ലേഡി പോലീസിനാണ് ഒരുപാട് വിഷമം. പുള്ളിക്കാരിക്ക് വേടൻ പോലീസിന് പേഴ്സണലി ഇഷ്ടമായിരുന്നു, പ്രണയമായിരുന്നു. അവരൊരുമിച്ച് പല കേസുകളിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. വേടൻ പോലീസ് നല്ല ബുദ്ധിമാനാണെന്നും ഈ ലേഡി പോലീസിന് അറിയാം. പിന്നെ അവൻ എങ്ങനെ ഇത് സംഭവിച്ചു? അപ്പോഴായിരിക്കും സ്റ്റൈലൻ പോലീസ് അങ്ങോട്ട് വരുന്നത്. അയാൾ പറയും, ഹീറോ, അതായത് ലിനോ നമ്മളെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു. തന്റെ കൂട്ടാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ വേടനെ കൊന്നുകളഞ്ഞാണ്. എന്നിട്ടിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഇത് കേട്ട ലേഡി പോലീസ് പറയും, 10ഓളം പോലീസുകാരുണ്ടായിട്ടും നിങ്ങൾക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ല. നീയൊക്കെ എന്തിനാടാ യൂണിഫോം ഇട്ട് നടക്കുന്നത്? അവൻ എവിടെയാണെങ്കിലും ഉടനെ കണ്ടുപിടിക്കണം. അത് കേട്ട സ്റ്റൈലൻ പോലീസ് പറയും, ഈ കേസ് എന്നെ ഏൽപ്പിക്കൂ, ഞാൻ അവനെ കണ്ടുപിടിക്കാം. നമ്മുടെ പ്രതികാരം ഞാൻ അവന് തീർത്തു കൊടുക്കാം. ഇത് കേട്ട ലേഡി പോലീസ് പറയും, വേടന്റെ കേസ് മറ്റാർക്കും അന്വേഷിക്കാൻ ഞാൻ കൊടുക്കില്ല, അത് ഞാൻ തന്നെ അന്വേഷിക്കണം. കുറ്റവാളിയെ എന്റെ കൈകൊണ്ട് ഞാൻ വകവരുത്തും. അവനെ എത്രയും പെട്ടെന്ന് പിടിച്ചുകൊണ്ടുവാന്നും പറഞ്ഞ് ചീഫ് പോലീസ് അവിടെ നിന്ന് പോവാണ്. ഈ സമയത്ത് നമ്മുടെ കാമുകി പോലീസില്ലേ, ലേഡി പോലീസ് ഹീറോയുടെ, ആ പെണ്ണും ഒരുപാട് വിഷമത്തിലായിരിക്കും. കാലങ്ങളായി വേടൻ പോലീസിന് വേണ്ടി വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം അയാൾ മരണപ്പെട്ടതിൽ വലിയ ദുഃഖത്തിലായിരിക്കും നമ്മുടെ ലേഡി പോലീസ്. അവളെ ഇവർ സമാധാനിപ്പിച്ച് തിരിച്ച് ഓഫീസിലേക്ക് പറഞ്ഞുവിട്ടാണ്. അത് കഴിയുമ്പോൾ ഈഗോ പോലീസുകാരൻ സ്റ്റൈലിനോട് ചോദിക്കും, ചീഫ് ലേഡി തന്നെ ഇത് അന്വേഷിക്കാൻ പോവുക, അവൾ അന്വേഷിച്ചാൽ എന്തായാലും ലിനോ കുറ്റക്കാരനല്ലെന്ന് കണ്ടുപിടിക്കും, നമ്മൾ അവൾ എന്താ ചെയ്യാൻ പോകുന്നു? അത് കേട്ട സ്റ്റൈലൻ പറയും, അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നീ ബേജാറാവണ്ടെന്ന്. അതിന് ഈഗോ, നീ അവളെയും കൊല്ലാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സ്റ്റൈലൻ പറയും, നീ എന്താ വിചാരിച്ചേ, ഞാൻ തമാശയ്ക്കാണ് വേടനെ കൊന്നതെന്നോ? വേടൻ ഡ്രഗ് കേസിൽ നമ്മളും ഇൻവോൾവ് ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പിന്നെ പുറം ലോകം കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ നിനക്കും കൂടെ വേണ്ടിയിട്ടാണ് വേടനെ കൊന്നത്, അത് മറക്കണ്ട.
ചീഫിന്റെ കാര്യത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ കുറച്ചു നാളത്തേക്കൊന്ന് വായടച്ചിരിക്കും. ഇത് കേട്ട ഈഗോക്കാരൻ ചോദിക്കും, ലിനോ എങ്ങാനും വാ തുറക്കുകയാണെങ്കിൽ, ചീഫ് അവനെ പിടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിന് സ്റ്റൈലൻ പറയും, ലിനോയെ ഒരിക്കലും ചീഫ് പിടിക്കാൻ പോകുന്നില്ല. അതിനു മുന്നേ നമുക്ക് അവനെ കൊല്ലണം. ഇനി അവൻ സംസാരിച്ചാലും ആരും വിശ്വസിക്കില്ല. തെളിവെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. നീ പേടിച്ച് എന്നെയും കുഴപ്പത്തിലാക്കണ്ട. മിണ്ടാതെ വണ്ടി കയറുന്നും പറഞ്ഞ് സ്റ്റൈലൻ പോലീസ് ഈഗോക്കാരനെയും വിളിച്ചിട്ട് അവിടുന്ന് പോവാണ്. ആ നേരത്ത് നമ്മുടെ സുന്ദരി ലേഡി അവൾ കരഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് തിരിച്ചു വരികയായിരിക്കും. അപ്പോൾ അവിടെ വേടന്റെ കത്തിക്കരിഞ്ഞ കാറും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വിഷമത്തിലായി പുള്ളിക്കാരി മുറി ചെന്നിരുന്ന് കരയുമ്പോൾ ആരോ ഈ ഓഫീസിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഗ്യാരേജും ഓഫീസും ഒരുമിച്ചാണുള്ളത്. അങ്ങോട്ട് ആരോ കടന്നു വന്നതിന്റെ ശബ്ദം കേൾക്കാം. ആരാണെന്നറിയാൻ വേണ്ടി ഹീറോയുടെ കൂടെ ജോലി ചെയ്യുന്ന ആ മെക്കാനിക്കല്ലേ, അയാൾ ഓഫീസ് മുറി കയറി നോക്കും. അപ്പോൾ ആരോ അയാളെ ലോക്ക് ചെയ്യുന്നു ഓഫീസ് മുറിക്കകത്തിട്ട്. വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ തന്നെ. അയാളെ പൂട്ടിയിട്ടിട്ട് ഹീറോ നേരെ നമ്മുടെ ജൂലിയുടെ അടുത്തേക്ക് വരികയാണ്, സുന്ദരി പെണ്ണിന്റെ അടുത്തേക്ക്. ഹീറോയെ കണ്ടുടനെ ജൂലിയെ പേടിക്കും. ഹീറോ പറയാണ്, പേടിക്കണ്ട, ഞാൻ വേടനെ കൊന്നിട്ടില്ല. ഇതാ വൃത്തികെട്ട 2 പോലീസുകാർ ചെയ്ത പണിയാ. അറസ്കിയും മോസ്കോവും. അവരെന്നെ ഫ്രെയിം ചെയ്യായിരുന്നു. എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. എല്ലാം പെട്ടെന്ന് സംഭവിച്ചു. നീ എന്നെ വിശ്വസിക്കണമെന്നും പറഞ്ഞ് ഹീറോ വന്ന് ജൂലിയയെ കെട്ടിപ്പിടിക്കും. ജൂലിയയും ഹീറോയെ കെട്ടിപ്പിടിക്കുന്ന പോലെ കാണിച്ചിട്ട് അവന്റെ മർമ്മത്തിന് നോക്കിയൊരു കുത്തും കൊടുത്ത് അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. എന്നാൽ ഹീറോ വിടുന്നില്ല, തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഈ പെണ്ണാവട്ടെ ഒരു ബഡാ പോലീസുകാരിയാണ്. അവൾക്ക് ഈ ആണുങ്ങളെയൊക്കെ ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയാം. അവൾ കാലിന്റെ ഇടയിൽ ഹീറോയുടെ കഴുത്തിട്ട് മുറുക്കുന്നു. കുറച്ച് സമയം കൊണ്ട് ഹീറോയുടെ ബോധം പോവും. അത് അവനും മനസ്സിലായി. അനങ്ങാൻ കഴിയാത്ത സമയത്ത് ഹീറോ അവളെ അരയിലുണ്ടായിരുന്ന ഹാൻഡ് കഫ് കയ്യിലെടുക്കുന്നു. എന്തായാലും തന്റെ ബോധം പോവും. അതിനു മുന്നേ അവളെ ഹാൻഡ് കഫ് ഇട്ട് ലോക്ക് ചെയ്യാമെന്നും പറഞ്ഞ് ഹീറോ അവളെ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്ത നിമിഷം അവന്റെ ബോധവും പോവും. എന്നാൽ ബോധം പോയ ആളെ ഇവളെ കൊണ്ട് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം ഇവള് കാറിൽ ലോക്കഡായി. ഇവൾക്ക് എഴുന്നേറ്റ് മാറാൻ കഴിയുന്നില്ല. അപ്പൊ ഹീറോ കുറച്ച് സമയം കൊണ്ട് ബോധം തിരിച്ചെടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും ഈ കത്തിക്കരിഞ്ഞ കാറ് കാണുന്നത്. ആ കാർ കണ്ടപ്പോഴേ ഹീറോയ്ക്ക് മനസ്സിലായി അത് വേടന്റെ കാറല്ല. വേടന്റെ കാറിൽ ഒരു മോഡിഫിക്കേഷനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ കാറിൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുടനെ ഹീറോ പറയും, ഇത് വേടന്റെ അല്ല, അവന്മാര് കാറ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണ് മറ്റൊരു കാര്യം കൂടെ ഹീറോയ്ക്ക് മനസ്സിലാവുക. പോലീസുകാരൻ ഷൂട്ട് ചെയ്തപ്പോൾ അയാളുടെ ബുള്ളറ്റ് വേടന്റെ ഒറിജിനൽ കാറിനകത്ത് തറച്ചിട്ടുണ്ടായിരുന്നു. അതൊരു എവിഡൻസും കൂടിയാണ്. ആ കാർ അവർ മാറ്റിയിരിക്കുന്നു. അതിനു പകരം അതേപോലത്തെ മറ്റൊരു കാറാണ് കത്തിച്ചിട്ടുള്ളത്. ഇത് വേടന്റെ കാറല്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. പക്ഷെ അവള് കേൾക്കാൻ തയ്യാറാവില്ല. നീ ഓടി രക്ഷപ്പെടരുത്, രക്ഷപ്പെട്ടാൽ ഇനിയും കാര്യങ്ങൾ വഷളാവും, അടങ്ങി അറസ്റ്റ് ആവാൻ സമ്മതിക്കുന്നു പറയും. പക്ഷെ ഹീറോ കേൾക്കില്ല, ദൂരേക്ക് ഓടി അകലുന്നു. അത് കഴിയുമ്പോൾ പോലീസുകാരൊക്കെ വന്ന് നമ്മുടെ ജൂലിയെ റിലീസ് ചെയ്യുന്നുണ്ട്. അവരൊരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഹീറോയാണ് വന്ന് ലോക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല. കഥയിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ എന്ന് ചീഫ് പോലീസ് ലേഡി ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റൈലൻ പോലീസുകാരൻ മുന്നോട്ട് വന്നിട്ട് അവളിങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ, അവളും ഒരു പോലീസുകാരിയാണ്, ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നവളാ, അവളെ കുറച്ചു നേരം വിശ്രമിക്കാൻ അനുവദിക്കുമെന്നും പറഞ്ഞ് ജൂലിയെ വിളിച്ചോണ്ട് അടുത്തുള്ള മുറിയിലേക്ക് ചെല്ലാണ്. അപ്പൊ ജൂലിയാണെങ്കിൽ, എന്നോട് എന്തിനാ ഇവരിങ്ങനെ പെരുമാറുന്നത്? ഞാനൊരു പോലീസുകാരിയല്ലേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്താ അവർ പറഞ്ഞിട്ട് വിശ്വസിക്കാത്തെന്ന് ചോദിക്കും. അതിന് സ്റ്റൈലൻ പോലീസ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ പോലീസ് അസോസിയേഷൻ തന്നെയുണ്ട്, നമുക്ക് ആരെയും ഇടിക്കാം, സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മുട്ടുംകാല് തല്ലി ഓടിക്കാം, ആരും ചോദിക്കില്ല, അതുകൊണ്ട് നീ പേടിക്കണ്ട. എന്തായാലും നീയും ലിനോയും തമ്മിലുള്ള പേഴ്സണൽ ബന്ധം ഞാൻ ആരെ അറിയിക്കാൻ പോകുന്നില്ല, അത് നമുക്ക് മറിച്ചു വെക്കാമെന്ന് സ്റ്റൈലൻ പോലീസ് ഹീറോയിനോട് പറയും. ഈ നേരത്ത് ഹീറോ ആവട്ടെ മരിച്ചുപോയ പോലീസുകാരന്റെ കാറ് അത് ഈ ഗ്യാരേജിൽ ഇവര് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി തിരിച്ച് വീണ്ടും ആ ഗ്യാരേജിലേക്ക് വരികയാണ്, വില്ലന്മാരുടെ ഗ്യാരേജിലേക്ക്. അപ്പൊ അവിടെ ആ ഗുണ്ട എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു വെക്കുന്നത് കാണാം. ഹീറോ ആ ഗുണ്ടയെ കാണാതെ അവന്റെ കാറ് പരിശോധിക്കാൻ ചെല്ലുകയാണ്. പക്ഷെ ഗുണ്ട ഇത് കാണും. ഹീറോ അവരുടെ പിടിയിൽപ്പെടും. അവര് ഹീറോ പിടിക്കപ്പെട്ടു എന്നുള്ള വിവരം നമ്മുടെ ഈഗോ പോലീസുകാരനെ വിളിച്ച് പറയാണ്. ഈ നേരത്ത് സ്റ്റൈലൻ നേരെ ചീഫ് ലേഡിയുടെ അടുത്ത് ചെന്ന്, ജൂലിയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കല്ലേ, ജൂലിയയും ഹീറോയും തമ്മിൽ പ്രണയത്തിലാണ്, അതുകൊണ്ട് അവൾ അവനെ സഹായിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കണ്ടെന്ന് പറയും. അതായത് ഇവൻ അവളെ പറയാതെ പറഞ്ഞ് കുടുക്കിയതാണ്. സോ ചീഫ് ലേഡിക്കിപ്പം ഹീറോയിനെ കൂടി സംശയമായിട്ടുണ്ട്. ആ സമയം ഗുണ്ടകൾ ഹീറോയെ അടിച്ച് പിടിച്ചു വെച്ചിരിക്കുക. ആ ഗുണ്ടകളോട് ഹീറോ പറയും, നിങ്ങൾക്ക് എന്തായാലും രക്ഷയില്ലടാ, കാരണം ഞാൻ മനസ്സിലാക്കി വേടന്റെ കാറ് നിങ്ങൾ കത്തിച്ചിട്ടില്ല എന്നുള്ളത്. പോലീസുകാരന്റെ ഉണ്ട ഇപ്പോഴും ആ കാറിനകത്തുണ്ട്, എന്നെ കൊന്നാലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ അനുജനും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അനുജൻ വന്ന് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി, ഇനി നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. സോ അനുജനും മൊട്ടയും മറ്റൊരു കാറിനകത്ത് കയറുന്നു. ഹീറോയെ വേറൊരു കാറിന്റെ ഡിക്കിനുള്ളിൽ കയറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊല്ലാനാണ് ഉദ്ദേശം. ഇത് കാണുന്ന അനുജനോട് മൊട്ട പറയും, നിന്റെ ചേട്ടനെ മറന്നേക്ക്, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിനക്കും കുഴപ്പമാണെന്ന്. ഇതും പറഞ്ഞവർ പോകാൻ നിൽക്കുക. പക്ഷെ അനുജന് മനസ്സിലായി ചേട്ടൻ അവരെന്തായാലും കൊല്ലാൻ പോവാം. ഇപ്പം അവൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവന്റെയും ചേട്ടന്റെയും ജീവന് പിന്നെ രക്ഷയില്ല.